നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിയുമായി പരസ്പര സഹകരണത്തിലാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ വരവറിയിച്ച് ബേപ്പൂരിൽ വർണ്ണാഭമായ സൈക്കിൾ റാലി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രാമശാസ്ത്രജാഥയ്ക്ക് ബേപ്പൂരിൽ സമാപനം. ചാലിയം ബ്രദേഴ്സ് ക്ലബിന്റെ സ്നേഹവീട് കൈമാറി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയുമായി പരസ്പര സഹകരണത്തിലാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതിനുദാഹരണമാണ് ലാവ്ലിൻ കേസ് തുടർച്ചയായി മാറ്റിവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി നേതാക്കൾ ക്രിസ്ത്യൻ സഹോദരന്മാരെ തേടി കേക്കുമായി ഇറങ്ങിയത് പ്രത്യേക ലക്ഷ്യം വെച്ചാണെന്നും വി.ഡി. സതീശൻ കോഴിക്കോട്ട് പ്രതികരിച്ചു. ബിജെപിയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്ത്, കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ വരാത്തതെന്ത്? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിലെത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. അപ്പോൾ ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് CPM പ്രതിനിധി അയക്കരുതെന്ന് വാശി പിടിച്ച മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJPയുമായി ഏറ്റുമുട്ടുകയാണ്. BJPക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷം സജീവമായതുകൊണ്ടാണ്. BJPക്ക് സ്പേസ് ഇല്ലാത്തത് കേരളം. BJP ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തൊഴിലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരയിലും കടലിലും ആകാശത്തും കാഴ്ചയുടെ അപൂർവ വിരുന്നൊരുക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ വരവറിയിച്ച് വർണ്ണാഭമായ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. അറബിക്കടലിന്റെ തീരത്തു നിന്നും ബേപ്പൂർ വരെ നടന്ന സൈക്കിൾ റാലിയിൽ 100ഓളം സവാരിക്കാർ അണിനിരന്നു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി സൈക്കിൾ റാലി നടത്തി. സൈക്കിൾ റാലി KTIL ചെയർമാൻ SK സജീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകളും റാലിയിൽ പങ്കെടുത്തു. വാട്ടർ ഫെസ്റ്റിന്റെ ലോഗോയുള്ള ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു സൈക്കിൾ സഞ്ചാരികളുടെ നിറമാർന്ന റാലി. SK സജീഷിൽ നിന്നും വാട്ടർ ഫെസ്റ്റിന്റെ പതാക ക്ലബ്ബ് പ്രതിനിധികൾ ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പതാക ബേപ്പൂർ ബീച്ചിൽ ഉയർത്തി. ഒരു വളരെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പ്രോഗ്രാംസ് വാട്ടർ ബേസ്ഡ് ഇവൻറ്റ്സ് ആണ്. കൾച്ചറൽ പരിപാടിയുണ്ട്. സോ എല്ലാവർക്കും വേണ്ടി സം പ്രോഗ്രാംസ് ഓൾറെഡി. സോ ഐ വാണ്ട് എവറി വൺ ടു എൻജോയ്. ഒരു സേഫ്റ്റി നമ്മൾ വോളണ്ടിയേഴ്സിനെ നോക്കിയിട്ട് ഒരു എൻജോയ് ചെയ്യണം. കാരണം വളരെ കൺസ്ട്രെയിൻഡ് സ്പേസിലുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈവനിങ് ടൈം ഒരുപാട് ആളുണ്ടാവും. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു മാനേജ് ഇറ്റ്. കാരണം അവിടെ ഇവിടെ എല്ലാ ഓർഗനൈസർമാരുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ കൃഷ്ണകുമാരി, കൌൺസിലർമാരായ രജനി തോട്ടുങ്ങൽ, കെ രാജീവ്, കെ സുരേശൻ, വാടിയിൽ നവാസ്, ടി കെ ഷമീന, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ, ടൂറിസം ജോയിന്റ് ഡയറക്ടർ വി ഗിരീഷ് കുമാർ, DTPC സെക്രട്ടറി നിഖിൽ ദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് മേഖല പുത്തൻ ഇന്ത്യ പണിയാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ ഗ്രാമ ശാസ്ത്ര ജാഥയ്ക്ക് ബേപ്പൂരിൽ സമാപനം. സമാപന സമ്മേളനം കൌൺസിലർ എം ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പന്തിരാങ്കാവ്, കൊളത്തറ, കൊടിനാട്ടുമുക്ക്, മധുര ബസാർ എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടിക്ക് ശേഷമാണ് ജാഥ ബേപ്പൂരിൽ സമാപിച്ചത്. മുഴുവൻ കേന്ദ്രങ്ങളിലും പ്രഭാഷണം നടത്തുകയും ചോദ്യം എന്ന ലഘുനാടകം അവതരിപ്പിക്കുകയും ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ കെ ബാലാജി, വേലായുധൻ പന്തീരാങ്കാവ്, VK ചന്ദ്രൻ മാസ്റ്റർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ബേപ്പൂരിലെ സമാപന സമ്മേളനം കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ എം ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് PN പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PM വിനോദ് കുമാർ, P വിജയകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ചാലിയം ബ്രദേഴ്സ് ക്ലബിന്റെ സ്നേഹവീട് കൈമാറി. വീടിന്റെ സമർപ്പണവും വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ഇശൽ രാവ് സംഗീത പരിപാടിയും അരങ്ങേറി. ഏറ്റുവാങ്ങുന്നത് ചാലിയം മഹല്ല് സെക്രട്ടറി മിസ്റ്റർ അസീസ് കെ ആണ്. അസീസ് കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആ ഭവനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. കടലുണ്ടി ചാലിയം ബ്രദേഴ്സ് ചാരിറ്റി ക്ലബ്ബ് BCC പാവപ്പെട്ട കുടുംബത്തിന് നിർമ്മിച്ച ഭവനത്തിന്റെ സമർപ്പണവും വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. കാരണം ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടന്നു, എല്ലാ പാർട്ടിക്കാരും എന്റെ പരിപാടിക്ക് പോകും. പക്ഷെ പാലിയേറ്റീവ് കെയറിന്റെ കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു പോകും. എന്നെ കാണാൻ ഇവരെല്ലാവരും ഒന്നിച്ചു വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിലിരുന്നു ആ പ്രവർത്തനത്തിന്. മറ്റു പരിപാടിക്കൊന്നും പോകില്ല. പക്ഷെ വഴക്കില്ല, വൈരാഗ്യം തീർന്നു, ശത്രുത തീർന്നു. അവർ ഈ ആളുകളെ കാണുകയാണ്, തളർന്നു കിടക്കുന്നവരെ, പാവപ്പെട്ടവരെ, ക്യാൻസർ രോഗികളെ കാണുകയാണ്. ആളുകളുടെ മനസ്സിന് തന്നെ ഇത്തരം പ്രവൃത്തികൾ മാറ്റമുണ്ടാക്കും. നമ്മുടെ മനസ്സ് മാറും. ഇതാണ് ജീവിതം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയും. ക്ലബ്ബ് പ്രസിഡന്റ് PK ആഷിഖ് അലി അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് വീടിന്റെ ആധാര സമർപ്പണം നിർവഹിച്ചു. ഇത്തവണത്തെ ചാരിറ്റി അവാർഡ് NV താഹിർ കടലുണ്ടിക്ക് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, ജില്ലാ പഞ്ചായത്ത് അംഗം P ഗവാസ് എന്നിവർ ധനസഹായം വിതരണം ചെയ്തു. സ്പോർട്സ് കിറ്റ് വിതരണം ഫറൂഖ് നഗരസഭാധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൈനുൽ ആബിദീൻ തങ്ങൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുരളി മുണ്ടെങ്ങാട്ട്, രക്ഷാധികാരി EP നസീബ്, മുഹമ്മദ് അർഷാദ്, വിവിധ കക്ഷി നേതാക്കൾ, മതസാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും പ്രസംഗിച്ചു. BCCയുടെ ചരിത്ര ഡോക്യുമെന്ററി പ്രദർശനം, കാപ്പാട് ബ്രദേഴ്സ് അവതരിപ്പിച്ച ഇശൽ രാവ് എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജാനു കുനിച്ചക്കൻ സ്മാരക ട്രസ്റ്റ് 20ാം വാർഷിക പരിപാടികൾ ഡിസംബർ 28-ന് എലത്തൂർ പുത്തൂർ സിന്ധു ഓഡിറ്റോറിയത്തിൽ നടക്കും. വാർഷികത്തിന്റെ ഭാഗമായി വയോജന പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുമെന്നും JK ട്രസ്റ്റ് സാരഥികൾ പറഞ്ഞു. ബഹുമതി നേടിയ 3 ആചാര്യന്മാരെയാണ് ആ സദസ്സിൽ വെച്ച് ബഹുമാനപൂർവ്വം ആദരിക്കുകയും ഉപഹാരം കൊടുക്കുന്നു. അത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബൈജു സാറാണ്. അതുപോലെ ആ പരിസരത്തുള്ള വയോജനങ്ങളായ സ്ത്രീകളെ കുറേ ആളുകളെ ആദരിച്ച് ഉപഹാരം കൊടുക്കും. സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മയാണ്. ജാനു കുനിച്ചക്കൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് 20ാം വാർഷികം കൊണ്ടാടുകയാണ്. ഡിസംബർ 28-ന് വ്യാഴാഴ്ച എലത്തൂർ പുത്തൂർ സിന്ധു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക സമ്മേളനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. മതാചാര്യന്മാരായ ആചാര്യ AKB നായർ, ഫാദർ ആൽഫ്രഡ് വടക്കേത്തുണ്ടിൽ, സയ്യിദ് ഹാഷിം ശിഹാബ് തങ്ങൾ എന്നിവരെ JK ട്രസ്റ്റ് പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിക്കും. വയോജനങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടത്തും. 20ാം വാർഷികം പ്രമാണിച്ച് അഗതികളും അനാഥരുമായ വയോജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ അഗതി മന്ദിരം സ്ഥാപിക്കുക, നിർധനരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ വിദ്യാർത്ഥികൾക്കു വേണ്ടി സ്കോളർഷിപ്പ് പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയവ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്നും മാനേജിംഗ് ട്രസ്റ്റി KT വാസുദേവൻ, ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, KC സിദ്ധാർത്ഥൻ, രാജൻ പുഴവക്കത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് രാജ്യത്തിന്റെ മതേതര പാരമ്പര്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലിയം അൽ അഖ്സ ദർസ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ്, അദബ്, ആദർശം എന്ന പ്രമേയത്തിൽ ചാലിയം അൽ അഖ്സ ദർസ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മതവിദ്യകൾ ലോകത്ത് സമാധാനം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂവെന്നും മതപാഠങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുമ്പോൾ ലോകത്ത് സമാധാനം വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ മതേതരത്വത്തെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. എന്താണ് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വവും ഇന്ത്യയിലെ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം? വിദേശ രാജ്യങ്ങളിലെ മതേതരത്വം റിജക്ഷൻ ഓഫ് റിലീജിയനാണ്. മതത്തിന്റെ നിരാസമാണ്, മതം വേണ്ടെന്നാണ്. മതമില്ലാത്തതാണ് അവിടുത്തെ സെക്കുലറിസം, അവിടുത്തെ മതേതരത്വം. ഇന്ത്യയിലെ മതേതരത്വം അതല്ല, റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തിയാണ്, അവരെ നിരസിക്കാൻ അല്ല ഇന്ത്യൻ മതേതരത്വം പറയുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അൽ അഖ്സ ദർസ് മുദരിസ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി അധ്യക്ഷനായിരുന്നു. സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, SKSSF ജില്ലാ പ്രസിഡന്റ് മുബഷീർ തങ്ങൾ ജമുലുലൈലി, സംസ്ഥാന ഉപാധ്യക്ഷൻ ഹബീബ് ഫൈസി കോട്ടോപ്പാടം, DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മതപ്രഭാഷണം സമസ്ത കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സിംസാറുൽ ഹക്ക് ഹുദവി അബുദാബി പ്രഭാഷണം നിർവഹിച്ചു. സയ്യിദ് മഹമ്മൂദ് സഫാൻ തങ്ങൾ ഏഴിമല പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിട്ടയർഡ് അധ്യാപകനും പൊതുപ്രവർത്തകനുമായ അന്തരിച്ച KK നാരായണൻ നായർക്ക് നാടിന്റെ അനുശോചനം. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കൊയിലാണ്ടി പൗരസമിതിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. കൊയിലാണ്ടി കോതമംഗലം രശ്മിയിൽ KK നാരായണൻ നായർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. പൊയിൽക്കാവ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ, കൊയിലാണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, 2 തവണ കൊയിലാണ്ടി പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, പന്തലായനി മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ്, കൊയിലാണ്ടി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ്, കൊയിലാണ്ടി സിറ്റിസൺസ് കൗൺസിൽ, കൊയിലാണ്ടി താലൂക്ക് സാക്ഷരതാ മിഷൻ പ്രോജക്ട് ഓഫീസർ, പ്രസിഡന്റ്, കോതമംഗലം മഹാവിഷ്ണു ക്ഷേത്രക്കുളം നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ്, കോതമംഗലം പവർ പീപ്പിൾസ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. രാധാമ്മയാണ് ഭാര്യ. കാർത്യാനിയമ്മ
കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് സെക്ഷൻ ഓഫീസർ കെ ദാമോദരൻ, പരേതനായ പുത്തൻവളപ്പിൽ പത്മനാഭൻ നായർ എന്നിവർ സഹോദരങ്ങളാണ്. ശവസംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. നിര്യാണത്തിൽ അനുശോചനമറിയിച്ച് കൊയിലാണ്ടിയിൽ പൗരസമിതി അനുശോചന യോഗം ചേർന്നു. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഓരോ കാര്യത്തിലും വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനെ ആരെതിർത്താലും അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം നരൻ മസ്കുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒരു അവസരം ഞങ്ങൾക്കുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ പോൾ കുരിക്കാട്ടിൽ നേതൃത്വം നൽകി. കാരൽ ഗാനങ്ങളും കലാപരിപാടികളും അവതരിപ്പിച്ചു. തിരുപ്പിറവി ദിവ്യബലി ചടങ്ങുകളോടെയാണ് ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ പോൾ കുരിക്കാട്ടിൽ നേതൃത്വം നൽകി. ഇടവകാംഗങ്ങൾ നിർമ്മിച്ച മനോഹരമായ പുൽക്കൂട് ശ്രദ്ധയാകർഷിച്ചു. ദീപാലങ്കാരങ്ങളാലും നക്ഷത്ര വിളക്കുകളാലും ദേവാലയ അങ്കണം അലങ്കരിച്ചിരുന്നു. ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടാൻ വൈകുന്നേരം മുതൽ വിവിധ ബാൻഡുകളുടെ ക്രിസ്മസ് കാരൽ ഗാനാലാപനങ്ങളും ഇടവകയിലെ വിവിധ സംഘടനകളുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഇടവകയിലെ മുതിർന്ന വ്യക്തികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിൽ 6ാമത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ നിരവധി പ്രാദേശിക താരങ്ങളും ടീമുകളും മാറ്റുരയ്ക്കും. ഗോകുലം FC താരം മിഷാൽ കളിക്കാരെ പരിചയപ്പെട്ടു. എലാശ്ശേരി രാജീവ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും പുതിയടത്ത് സാമി വിന്നേഴ്സ് ട്രോഫിക്കും പീടികക്കണ്ടിയിൽ ഗോപിനാഥൻ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളാണ് പെരുവയൽ സോക്കർ കോർട്ടിൽ ആരംഭിച്ചത്. ഫുട്ബോൾ മത്സരങ്ങൾ 4 ദിവസം നീണ്ടു നിൽക്കും. പെരുവയലിലും സമീപ പ്രദേശത്തുമുള്ള കായിക താരങ്ങൾ മത്സരത്തിനായി എത്തിയിട്ടുണ്ട്. ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ഒരുപാട് കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളുടെ കൂട്ടായ്മയോടുകൂടിയാണ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ 5 തവണയും വളരെ മികച്ച രീതിയിലാണ് ഈ ടൂർണമെന്റ് പെരുവയലിലെ മുഴുവൻ കളിക്കാരെയും ഏകദേശം 100ഓളം കളിക്കാരെ രജിസ്റ്റർ ചെയ്ത് താരലേലം നടത്തി 12ഓളം ടീം രൂപീകരിച്ച് കളിക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വീണ്ടും 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. 6ാമത്തെ വർഷം ഇതിന് നേതൃത്വം നൽകുന്ന അനൂപ് ഉന്നൈസിനെ പോലുള്ള നിരവധി ഫുട്ബോൾ പ്രേമികളുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോകുലം FC കായിക താരം വിശാൽ കളിക്കാരുമായി പരിചയപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ഉനൈസ് അരീക്കൽ അധ്യക്ഷനായിരുന്നു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ അനൂപ് PG, CT സുകുമാരൻ, ഹംസ നെച്ചിത്തൊടികയിൽ, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് അംഗം വിനോദ് ഇളവന, ജയേഷ് ഇളവന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. രാജീവ് മലയിലിന്റെ ക്രിയേറ്റീവ് ഇംപിൾസ് ചിത്ര പ്രദർശനം ഡിസംബർ 27 മുതൽ 31 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. പ്രശസ്ത ചിത്രകാരൻ K. സുധീഷ് ഉദ്ഘാടനം ചെയ്യും. ആർട്ടിസ്റ്റ് മദനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എല്ലാവർക്കും വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേറ്റീവ് പെയിന്റിങ്സ്, കുറച്ച് തീമിന്റെ ഒരു ചെറിയ ഡെക്കറേറ്റീവ് പെയിന്റിങ്സ് ഫസ്റ്റ് എക്സിബിഷൻ ആണ്. സോളോ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട്. പ്രഗത്ഭനായ ഒരു ഡെന്റൽ ടെക്നീഷ്യനാണ് രാജീവ് മലയിൽ.
ദന്തനിർമ്മിതിക്കിടയിൽ നിന്നും ചിത്രകലയുടെ ഛായക്കൂട്ടുകളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത് 2019-ലാണ്. ചിത്രകലയോ പെയിന്റിങ്ങോ എവിടെ നിന്നും അഭ്യസിച്ചിട്ടില്ലാത്ത രാജീവ് തന്റെ സ്വന്തം ശൈലിയിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി വൈവിധ്യമാർന്ന പെയിന്റിങ്ങുകൾ വരയ്ക്കുകയും പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്തു. ക്രിയേറ്റീവ് ഇമ്പൾസ് രാജീവ് മലയിലിന്റെ ആദ്യത്തെ സോളോ എക്സിബിഷനാണ്. 35-ലധികം പെയിന്റിങ്ങുകൾ ക്രിയേറ്റീവ് ഇമ്പൾസിൽ പ്രദർശിപ്പിക്കും. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഡിസംബർ 27 മുതൽ 31 വരെ നടക്കുന്ന പ്രദർശനം കെ സുധീഷ് ഉദ്ഘാടനം ചെയ്യും. ആർട്ടിസ്റ്റ് മദനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും കലാകാരൻ രാജീവ് മലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുറത്ത് വേൾഡ് ആർട്ടിൽ 3 എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് കോഴിക്കോട് ആദ്യമായിട്ടാണ് എക്സിബിഷൻ നടത്തുന്നത്. സോളോ എക്സിബിഷൻ ആദ്യമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നു. കുട്ടികളും അധ്യാപകരും അണിനിരന്ന ബോൺ നത്താല ആകർഷകമായി. അപ്പോസ്തലിക് കാർമൽ സഭാ പ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകി. ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ ഭാഗമായി പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ 150 കുട്ടികളും അധ്യാപകരും അണിനിരന്ന ബോൺ നത്താലയോടെ ആരംഭിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ അപ്പോസ്തോലിക് കാർമൽ സഭയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സിസ്റ്റർ റസി എസി കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് സജീവൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ പൂർണിമ എസി, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മിനിഷ എസി, അധ്യാപികമാരായ മിനി ജോക്ലിൻ, ലൗലി, PTA വൈസ് പ്രസിഡന്റ് സുനിൽ, MPTA പ്രസിഡന്റ് അലീഷ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്കായി ക്രിസ്മസ് ട്രീ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുവശ്ശേരി സംഗമം റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്തുമസ് കരോൾ നടത്തി. അസോസിയേഷനിൽ ഉൾപ്പെട്ട വീടുകളിൽ കരോൾ സംഘങ്ങൾ എത്തി. ക്രിസ്മസ് കേക്ക് മുറിച്ച് അംഗങ്ങൾ സന്തോഷം പങ്കിട്ടു. സംഗമം റെസിഡൻസ് അസോസിയേഷനിലെ 196 വീടുകളിൽ കരോൾ സംഘം സന്ദർശനം നടത്തി. തുടർന്ന് എല്ലാവരും ഒത്തുചേർന്ന് കരുവശ്ശേരി കനാൽ സ്റ്റോപ്പിൽ ഒരുക്കിയ പുൽക്കൂടിന് സമീപത്ത് വെച്ച് ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ട്രഷറർ ധനീഷ് KP-യുടെ നേതൃത്വത്തിൽ ലക്കി ഡ്രോ സംഘടിപ്പിച്ചു. പരിപാടികൾ സംഗമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു P ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു NP, കമ്മിറ്റി കൺവീനർ ജൂസി ശ്യാം പ്രസാദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP-യുമായി പരസ്പര സഹകരണത്തിലാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ വരവറിയിച്ച് ബേപ്പൂരിൽ വർണ്ണാഭമായ സൈക്കിൾ റാലി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രാമശാസ്ത്രജാഥയ്ക്ക് ബേപ്പൂരിൽ സമാപനം. ചാലിയ ബ്രദേഴ്സ് ക്ലബിന്റെ സ്നേഹവീട് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.